ഞാൻ ബേസിക്കലി അങ്ങനെ ചിന്തിക്കാത്ത ഒരാളാണ്. ജീവിതത്തിൽ കുറേ പരാജയമുള്ള ആളാണ്, കുറേ ഫെയിലിയർ ഉള്ള ആളാണ്. പക്ഷെ ഞാൻ അങ്ങനെ ആ കോൺവെർസേഷനിലേക്കോ ആ ഇമോഷനിലേക്കോ ഞാൻ വലുതായിട്ട് കടന്നു പോകും. ഞാനത് അത് വലിയ കാര്യമാക്കില്ല. അത് വെരി ഹാർഡ്. ഞാൻ കരഞ്ഞിട്ടുണ്ട്. അത് മരിച്ചിട്ടാണ്. കലാഭവൻ മണി മരിച്ചിട്ടാണ് ഞാൻ കരഞ്ഞത്. പിന്നെ ഞാൻ അത് കലാഭവൻ മണി മരിച്ചു കഴിഞ്ഞ് 10-15 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് കരച്ചത്. എൻ്റെ ഇമോഷൻ അങ്ങനെയാണ്. അത് കലാഭവൻ മണി മരിച്ചു കഴിഞ്ഞിട്ട് ഞാനൊരു കാർ ഓടിച്ചുകൊണ്ട് ചെന്നൈയിൽ കൂടെ ഞാൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് മണി ഓർത്തിട്ട് ഞാൻ കുറേ വണ്ടി ഓടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. സോ അങ്ങനെയുള്ള ബേസിക്കലി ഞാൻ ആ തകർന്നിരിക്കുക, ഇവിടെ വന്ന് ഞാൻ എൻ്റെ അങ്ങനത്തെ ഒരാളല്ല. ഓൾവേസ് ഇന്ന് ഹാപ്പണിംഗ് ആണ് ഹാപ്പണിംഗ്, ഒരുക്കുന്നില്ല. ഇന്ന് ഹാപ്പണിംഗ് നാളെ ഒന്നുമില്ല ഹാപ്പി. പക്ഷെ വർക്ക് ചെയ്യും, കുറേ വർക്ക് ചെയ്യും. ഒരു കൺസിസ്റ്റന്റ് ആയിട്ടൊരു സാധനം ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ അത് ഇന്ന് വരണ്ട, നാളെ വരണ്ട, ഒരു വർഷം കഴിച്ച് വരണ്ട, പക്ഷെ ചെയ്യുമ്പോൾ പോലും വിചാരിച്ചാണല്ലോ ഇത് ഇത്ര റീച്ച് ആവുന്നത്. കാരണം ഞാൻ ഇത് പറയാൻ കാരണം ചാക്കോച്ചനുണ്ടല്ലോ, ചാക്കോച്ചനോട് ഒരു ഇന്റർവ്യൂ ചോദിച്ചു, വിളിച്ചായിരുന്നോ റിയാസ്കായിട്ട് സംസാരിച്ചു, കണ്ടോ? അപ്പൊ പറഞ്ഞു എനിക്ക് അവനോട് അസൂയാണ്, കാരണം ഒരു ഹീറോ ആയ എനിക്ക് പോലും കിട്ടാത്ത ഒരു പവറാണ് അതിനകത്ത് ദുബായ് ജോസ് അടിച്ചുകൊണ്ട് പോയതെന്ന് പറഞ്ഞു. നൈസ്. വി ബോത്ത് ഷെയർ എ ഗുഡ് ബോണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇതേപോലെ തന്നെ ചാക്കോച്ചൻ പറയുന്ന വ്യക്തിയെ ഭയങ്കരമായിട്ട് അറിയുന്ന ആളാണ് ഞാൻ. ഈ യൂഷ്വലി താങ്ക് യു ആണ്. നമ്മളെ ചായ കടയുടെ പേരെന്താണ്? സ്ട്രോങ് ഉണ്ട്. കടന്റെ പേരെന്താണ്? റെസ്റ്റോറന്റ് का नाम क्या है? चिल्ली फिशा? चिल्ली फिश. ओके. कहाँ से आप? बंगाल से आप? അതല്ല വേറെ കാര്യം പറഞ്ഞു. ഈ ക്ലൈമറ്റിന് ചായ ഓക്കെ ആണ്. ചായയെങ്കിൽ ചായ, ഇപ്പൊ ചായ കുറച്ചും കഴിഞ്ഞിട്ട് വരാം. ഈ കൊച്ചിയിൽ നിന്ന് വരുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്, കൊച്ചിയിലെ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇക്ക എപ്പോഴെങ്കിലും ഏതെങ്കിലും ആൾക്കാരുടെ അടുത്ത് വണ്ടി നിർത്തി തല്ലുണ്ടാക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്? ഞാൻ തല്ലുകൂടാത്ത ആളാണ്. ഒരു ജീവിതത്തിൽ ഇന്ന് ഒരു ഞാൻ കൂടാത്ത ആളാണ്. തല്ലുണ്ടെങ്കിൽ പോയി സമാനപ്പെടുത്തിയിട്ട് വരും. ലാസ്റ്റ് ഓർമ്മയിൽ ലാസ്റ്റ് ഒരു അടി ഉണ്ടാക്കിയത് എപ്പോഴായിരുന്നു? ഞാൻ അടിച്ചിട്ടില്ല. അടിയില്ല. ദേഷ്യപ്പെട്ടത് വെരി റെയർ ആണ് കേട്ടോ, വെരി റെയർ. ഞാൻ ദേഷ്യപ്പെടുന്ന എപ്പോഴാണെന്നറിയോ? ഒരു ജോലി ശരിക്കും ചെയ്യാതിരിക്കുമ്പോഴാണ് ഞാൻ ദേഷ്യപ്പെടുന്നത്. ദാറ്റ് മാറ്റേഴ്സ് ടു ഓൾ. എൻ്റെ വീട്ടിൽ നിൽക്കുന്ന മെയ്ഡാണെങ്കിലും ശരി, എൻ്റെ വീട്ടിൽ നിൽക്കുന്ന കുക്കാണെങ്കിലും ശരി, എൻ്റെ മോനാണെങ്കിലും ശരി, ഷൂട്ടിംഗ് സ്പോട്ടിൽ ഒരു സെറ്റ് ബോയ് ആണെങ്കിലും ശരി, ഒരു ആക്ടർ ആണെങ്കിലും ശരി, ഗിവൺ വർക്ക് നോട്ട് ഡൺ, ദെൻ ഐ വിൽ ഗെറ്റ് മാഡ്. അത് ഞാൻ ചീത്ത പറയില്ല, പറഞ്ഞു കൊടുക്കും മാക്സിമം. അതിനും അവർ ചെയ്തില്ലെങ്കിലാണ് മേ ബി മൈ വോയിസ് വിൽ റൈസ് എ ബിറ്റ്.